ADGP MR അജിത് കുമാറിനെ നേരിട്ട് വിളിച്ചു വരുത്തി DGP മൊഴിയെടുക്കുകയാണ്. അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഏറ്റവും ഒടുവിലായി RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരോപണ സ്ഥാനത്ത് നിൽക്കുന്ന അജിത് കുമാറിനെയാണ് ഇപ്പോൾ DGP നേരിട്ട് വിളിച്ചു വരുത്തി. കേസിന്റെ അന്വേഷണ ചുമതല DGPക്കാണ് നേരത്തെ നൽകിയിരുന്നത്. അക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഏതൊക്കെ കേസുകളുടെ പശ്ചാത്തലത്തിലാണ്, ഏതൊക്കെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നത്? സിജു, ഏതായാലും PV അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADGP MR അജിത് കുമാറിൽ നിന്നും ആദ്യഘട്ട മൊഴിയെടുക്കൽ നടന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ രണ്ടാം തവണയാണ് അജിത് കുമാറിനെ മൊഴിയെടുക്കാൻ വേണ്ടി ഇവിടെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ADGP MR അജിത് കുമാർ ഇവിടെ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത്. ഇവിടെ ഇപ്പോൾ DGPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ മൊഴിയെടുക്കൽ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ മൊഴിയെടുക്കലിനായി എത്തിയപ്പോൾ അത് ഉച്ചവരെ നീണ്ടിരുന്നു ആ മൊഴിയെടുക്കൽ. ഇന്നിപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ മൊഴിയെടുക്കൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും ഈ PV അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ADGPയും പോലീസിന് DGPക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ തവണത്തെ മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിച്ചിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള കൂടുതൽ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രണ്ടാമത്തെ മൊഴിയെടുക്കൽ ഇന്നിപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഷിജ, വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഖ്യമന്ത്രി ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഈ PV അൻവർ കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും LDFനെതിരെയും അപകീർത്തികരമായ ചില പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം തടസ്സപ്പെടാൻ പോകുന്നില്ല. അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെ പോകുന്നു. ADGP MR അജിത് കുമാറിനെതിരെ അൻവർ പരാതി നൽകുന്നതിന് മുൻപ് തന്നെ ചില പരാതികൾ മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട്, സർക്കാരിന് മുന്നിലുണ്ട്. അതിൻ്റെ തരത്തിൽ അന്വേഷണം നടക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായത് കവടിയാറിൽ ഒരു അത്യാഡംബരമുള്ള വീട് നിർമ്മിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ സ്വർണ്ണക്കടത്തുകാരെ സഹായിച്ചു എന്നുള്ളതാണ്. അതിൽ സുജിത് ദാസിൻ അടക്കമുള്ളവരുമായി ചേർന്ന് ഈ സ്വർണ്ണക്കടത്തുകാരെ സഹായിച്ചു എന്നുള്ള വാർത്ത. ഏറ്റവും ഒടുവിലായി അന്വേഷണം പ്രഖ്യാപിച്ചത് RSS മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ച. ഈ വിഷയങ്ങളിൽ അടക്കം തന്നെ നേരത്തെ ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ട മൊഴിയെടുക്കൽ, രണ്ടാം ഘട്ട മൊഴിയെടുക്കലിൽ എന്താണ് DGP പ്രധാനമായും ഈ മൊഴിയെടുക്കുന്നതിൽ പ്രധാന ഉന്നം നൽകിയിരിക്കുന്നത്? തീർച്ചയായും സുജി, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ADGPയിൽ നിന്നും മൊഴിയെടുത്തതിനു ശേഷം അതിന്റെ തുടർച്ചയായി നടത്തിയിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൂടുതൽ അന്വേഷണം, അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള തെളിവുകൾ, അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതുകൂടി വെച്ചുകൊണ്ടുള്ളൊരു കൂടുതൽ വിശദമായിട്ടുള്ളൊരു മൊഴിയെടുക്കൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ADGPക്കെതിരെ നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ, ഒന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. ഇതിനു പുറമെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ ഏതായാലും നേരത്തെ നടത്തിയിട്ടുള്ള മൊഴിയെടുക്കൽ, ആ മൊഴിയെടുക്കലിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട മൊഴിയെടുക്കലിന് വേണ്ടിയിട്ട് നിലവിൽ ഈ ADGPയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഏതായാലും പോലീസ് ആസ്ഥാനത്ത് അല്പസമയം മുമ്പാണ് ADGP എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ DGP അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ DGPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു മൊഴിയെടുക്കൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഷിജ, സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് അസോസിയേഷന്റെ വേദിയിൽ മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ തന്നെയാണ് ADGPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാന പോലീസിന്റെ മേധാവി തന്നെയായിരിക്കും, സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉന്നതൻ തന്നെയായിരിക്കും അന്വേഷണം നടത്തുക എന്ന് പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്. വളരെ കൃത്യമാണ് സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ. അൻവറല്ല, നേരത്തെ AK ബാലൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി പറഞ്ഞാൽ, അമ്പകൊമ്പന്മാർ ആര് വിചാരിച്ചാലും LDF സർക്കാരിൻ്റെ നയങ്ങളിൽ നിന്ന് LDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാകില്ല. കൃത്യമാണ് സർക്കാരിൻ്റെ നിലപാടുകൾ. ADGPക്കെതിരെയുള്ള അന്വേഷണത്തിൽ ആ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെ പോകുന്നു. DGPയാണ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്.